ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും AK വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നില്ലേ നമ്മൾ നല്ലൊരു സോയാബീൻ്റെ റോസ്റ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 3 സവാള എടുത്തിട്ടുണ്ട്. ഞാനൊരു ചോപ്പർ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ സാധനമാണ്. നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോഴാണ് അത് കൂടുതൽ യൂസ്ഫുള്ളാവുന്നത്. കുറച്ചാകുമ്പോൾ നമ്മൾ കൈകൊണ്ട് തന്നെ അരിഞ്ഞെടുത്താൽ മതിയാവുമല്ലോ അല്ലേ. അപ്പോൾ ഈ സോയാബീൻ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ചീനച്ചട്ടിയിലോ അല്ലെങ്കിൽ ഫ്രൈ പാനിലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അതെടുത്ത് അടുപ്പിൽ വെച്ച് ചൂടാക്കി ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് കടു, അത് ഒരു സ്പൂൺ മതിയാവും കേട്ടോ. ഒരു സ്പൂൺ കടുവിട്ട് അത് നന്നായി പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ നന്നായി ചോപ്പ് ചെയ്തെടുത്ത സവാള, ചോപ്പറില്ലെങ്കിൽ കുനുകുന അരിഞ്ഞു കൊടുത്താൽ മതി. അത് ചെറുതായി അരിയാൻ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, വേഗം മൂത്ത് വരാൻ വേണ്ടിയിട്ടാണ്. സവാള നന്നായി മൂത്ത് വന്നു കഴിഞ്ഞാൽ കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അത് ഏത് കറി ആയാലും അതെ കേട്ടോ. സവാള നന്നായി മൂത്ത് വരണം, എന്നാൽ കറിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ ഈ നമ്മൾ സവാള നന്നായി വഴറ്റി എടുക്കുക. അതിൽ കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ വേഗം തന്നെ സവാള മൂത്ത് വരുന്നതാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ സോയാബീൻ അധികം ആൾക്കാരും കഴിക്കാൻ മടിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം കൊണ്ടാണ്. ആ ടേസ്റ്റ് വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് തിളച്ച വെള്ളത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞ് തണുത്തതിന് ശേഷം ഊറ്റിയെടുത്ത് കഴിഞ്ഞാൽ ഈ ചുവ വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മളെ സവാള വഴന്നു വന്നതിന് ശേഷം അതിൽ തക്കാളി അരച്ച് ചേർത്ത് കൊടുക്കുക. അരച്ചിട്ടുള്ള നന്നായിട്ട് ജ്യൂസിയായി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചോപ്പറിലിട്ടിട്ട് ഞാൻ ചോപ്പ് ചെയ്ത് ജ്യൂസി ആക്കിയതാണ്, മിക്സിയിലിടാൻ നിന്നിട്ടില്ല കേട്ടോ. എന്നാലും നന്നായിട്ട് ചോപ്പായി വന്നിട്ടുണ്ട് പഴുത്ത തക്കാളി ആയതുകൊണ്ട്. അതിനുശേഷം നമ്മൾ ചെറിയ സോയാബീൻ എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അത് അതിലേക്ക് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് തേങ്ങയും ചേർത്ത് കൊടുത്ത് നന്നായി യോജിപ്പിക്കുക. ഇതിലേക്ക് മസാലയായിട്ട് ചേർത്തിട്ടുള്ളത് മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാലയുടെ കുറച്ച്, അത് ആ ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് മാത്രമാണ് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നത്. അതിന് ശേഷം നമ്മൾ ഇതിൽ വെള്ളമെല്ലാം കുറച്ച് ഡ്രൈ ആക്കി എടുക്കുക. ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ സബ്സ്ക്രൈബ്